എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ള നമ്മുടെ അവസാനത്തെ പാർട്ട് വീഡിയോ ആണിത്. മറ്റ് 2 പാർട്ടുകളും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ആ വീഡിയോ കൂടി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കൂട്ടുകാർ മുഴുവനായിട്ടും കാണാം. ഈ 3 പാർട്ടും പഠിച്ചിട്ട് മത്സരത്തിന് പോയാൽ നിങ്ങൾ തന്നെയായിരിക്കും മത്സരത്തിൽ വിജയിയായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ 3 പാർട്ട് വീഡിയോ നന്നായിട്ട് കണ്ടു പഠിക്കാൻ കൂടി ശ്രദ്ധിക്കാം. ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1500 ലൈക്കാണ്. എല്ലാ മക്കളും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ഘാതകൻ ആരായിരുന്നു? ഉത്തരം നാഥൂറാം വിനായക ഗോഡ്സെ. ഗാന്ധിജി അന്തരിച്ച വർഷം എന്ന്? ഉത്തരം 1948 ജനുവരി 30. ജനുവരി 30 നാം രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക്? ഉത്തരം ഹേ റാം. ഐക്യരാഷ്ട്രസഭ എപ്പോഴാണ് ഗാന്ധി ജയന്തി അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? ഉത്തരം 2007 ജൂണിൽ. ഗാന്ധിജി തൂലികയുടെ അപൂർവ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നത് ആരോടായിരുന്നു? ഉത്തരം തൻ്റെ ആത്മീയ ഗുരുവായ ലിയോ ടോൾസ്റ്റോയിയോട്. ടോൾസ്റ്റോയി ഫാം സ്ഥാപിക്കുമ്പോൾ ഗാന്ധിജിയെ സഹായിച്ചത് ആരായിരുന്നു? ഉത്തരം കല്ലൻ ബാക്ക്. ഗാന്ധിജി ടാഗോറിനെ വിളിച്ചത് എന്തായിരുന്നു? ഉത്തരം ഗുരുദേവ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു? ഉത്തരം 168 ദിവസം. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോൾ? ഉത്തരം ഗാന്ധിജി അന്തരിച്ചപ്പോൾ. നിസ്സഹകരണ പ്രസ്ഥാനം തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം 1920 കൊൽക്കത്ത സമ്മേളനം. അഴുക്കുചാൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച പുസ്തകം ഏത്? ഉത്തരം മദർ ഇന്ത്യ. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം സൂററ്റിലെ ബർദോളിയിൽ വച്ച്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചത് എവിടെയായിരുന്നു? ഉത്തരം ആഗാഖാൻ കൊട്ടാരത്തിൽ. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം എന്ന്? ഉത്തരം 1930. ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെയായിരുന്നു? ഉത്തരം ദണ്ഡി കടപ്പുറം. സരോജിനി നായിഡു തനിക്ക് ലഭിച്ച ഇന്ത്യയുടെ രാപ്പാടി എന്ന ബഹുമതി നൽകി ആദരിച്ചത് ആരെയാണ്? ഉത്തരം MS സുബ്ബലക്ഷ്മിയെ. കസ്തൂർബ ഗാന്ധി മരിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? ഉത്തരം 72ാമത്തെ വയസ്സിൽ. കസ്തൂർബ ഗാന്ധി മരിച്ചത് ഏത് വർഷം? ഉത്തരം 1944 ഫെബ്രുവരി 22. കസ്തൂർബ ഗാന്ധിയുടെ സമാധി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പൂനെയിൽ. ഗാന്ധിജി വധിക്കപ്പെട്ടപ്പോൾ ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോട് നടത്തിയ അനുശോചന സന്ദേശം ആരംഭിക്കുന്ന വാക്യം ഏത്? ഉത്തരം ആ വിളക്ക് കെട്ടുപോയി. മോസ്കോയിൽ ലെനിൻ്റെ ശവശരീരം
സൂക്ഷിക്കുന്നത് പോലെ ഗാന്ധിജിയുടെ ശവശരീരവും സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു. ഗാന്ധിജിയുടെ മനോരാജ്യം. ഉത്തരം രാമരാജ്യം. വിരൂപമെങ്കിലും പ്രിയജനകം. ഗാന്ധിജിയുടെ രൂപത്തെ ആരാണ് ഇങ്ങനെ വർണ്ണിച്ചത്? ഉത്തരം റോമൻ റോളണ്ട്. ഗാന്ധിജിയോടൊപ്പം താമസിച്ച് ഗാന്ധിയെ പഠിച്ച ഭാരതപ്രേമിയായ വിദേശി ആരായിരുന്നു? ഉത്തരം ദീനബന്ധു CF ആൻഡ്രൂസ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് ആരായിരുന്നു? ഉത്തരം മദൻ മോഹൻ മാളവ്യ. ഗാന്ധിജിയുടെ ഏറ്റവും മനോഹരമായ ജീവചരിത്രം എഴുതിയത് ആര്? ഉത്തരം ലൂയി ഫിഷൻ. മതത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമായി ഗാന്ധിജിക്ക് സൗഹൃദമായി തോന്നിയ ഘടകം ഏത്? ഉത്തരം ത്യാഗം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഏത് കമ്പനിക്ക് നിയമസേവനം നൽകാനാണ് പോയത്? ഉത്തരം ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. ഗാന്ധിജി ആഫ്രിക്കയിൽ ടോൾസ്റ്റോയി ഫാം സ്ഥാപിച്ചത് എവിടെയായിരുന്നു? ഉത്തരം ജോഹന്നാസ്ബർഗിൽ. ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണാലയം ഏത്? ഉത്തരം നവജീവൻ ട്രസ്റ്റ്. ഗാന്ധിജി പൂർണ്ണമായും ബ്രഹ്മചര്യവ്രതമെടുത്ത വർഷം എന്ന്? ഉത്തരം 1906. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിതാ പുസ്തകം ആരുടേതാണ്? ഉത്തരം NV കൃഷ്ണവാര്യരുടെ. ഗാന്ധിജിയും 78 അനുയായികളും ഉപ്പ് കുറുക്കാൻ ദണ്ഡിയിൽ എത്തിച്ചേർന്നത് എന്ന്? ഉത്തരം 1930 ഏപ്രിൽ 5. ഗാന്ധിജിയുടെ അപരനാമം? ഉത്തരം ബാപ്പുജി. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ ഗാന്ധിജി ഇന്ത്യക്കാരുടെ ഹൃദയവും ചിന്തയും പ്രതിനിധീഭവിക്കുന്നു. ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ. ഗാന്ധിജിയുടെ കേരള സന്ദർശന വേളയിൽ തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഗാന്ധിജിക്ക് സമ്മാനിച്ച വനിത? ഉത്തരം കൗമുദി ടീച്ചർ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാര്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കൂട്ടുകാർ ഏറ്റവും വേഗത്തിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1500 ലൈക്കാണ്. എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ ലഭിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ അറിയിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കൂട്ടുകാരിലേക്ക് എത്തുന്നതായിരിക്കും. മികച്ച ക്വാളിറ്റിയിൽ വീഡിയോസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ താങ്ക്സ് ഫോർ വാച്ചിങ്.